തിരുവനന്തപുരം പോത്തൻകോട് ഭിന്നശേഷിക്കാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. സ്വാന്തന സാജു ചേരുന്നുണ്ട്. സ്വാന്തന, ഒരു മോഷണ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് നേരത്തെ സംശയമുണ്ടായിരുന്നു. അത്തരത്തിലാണോ ഇപ്പോൾ പോലീസ് കരുതുന്നത്? ദൃശ്യങ്ങൾ കൂടി ധന്യ, ഈ പോത്തൻകോട് ഭിന്നശേഷിക്കാരിയായ യുവതി ഇപ്പോൾ മരിച്ച സംഭവത്തിൽ ഒരു നിർണായകമായ വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണുന്ന ആളാണോ പ്രതി എന്നൊരു സംശയത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ തങ്കമണി താമസിച്ചിരുന്ന വീടിന്റെ അടുത്തു നിന്നും തന്നെ ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ തന്നെയാണോ? കാരണം വസ്ത്രമൊന്നും ഇടാത്ത ഒരാളാണ്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, മേൽ ഭാഗങ്ങൾ വസ്ത്രമൊന്നും അയാൾ ധരിച്ചിട്ടില്ല. അപ്പം അയാളാണോ ഇത് എന്നുള്ള ഒരു സംശയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. ഈ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അത്ര വ്യക്തമായ ധാരണയില്ല. ഇത് ആ പ്രദേശവാസിയൊന്നും അല്ല എന്നാണ് നമ്മൾ പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പോത്തൻകോട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു ഭിന്നശേഷിക്കാരിയായ യുവതി, തങ്കമണി എന്നാണ് അവരുടെ പേര്, 69 വയസ്സായിരുന്നു. അവരെയാണ് രാവിലെ സഹോദരി തൊട്ടടുത്ത പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ തന്നെ അവർക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ഇവരുടെ മുഖത്ത് മുറിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, അവർ ഉടുത്തിരുന്ന മുണ്ട് തന്നെ പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇത് പ്രാഥമികമായി തന്നെ ഇത് കൊലപാതകമാണ് എന്ന സംശയത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തി വന്നിരുന്നത്. പിന്നെ ഭിന്നശേഷിക്കാരി എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമാന്ദ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറിച്ച് അവർക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഉയരം കുറവായിരുന്നു എന്നതായിരുന്നു അവരുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ വിവാഹം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. പക്ഷെ തൊട്ടടുത്ത് തന്നെ അവരുടെ സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഒക്കെ തന്നെയും താമസിച്ചിരുന്നുണ്ട്. സ്ഥിരമായി അവരുടെ വീടുകളിലൊക്കെ തന്നെയും പോയിരുന്നതാണ്. അവരുടെ സഹോദരിയുടെ മകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ രാത്രി കൂടി അവരുടെ വീട്ടിലെത്തിയിരുന്നതാണ്. അവർ കണ്ടിരുന്നത്, സംസാരിച്ചിരുന്നതുമാണ്. 8 മണിക്കാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. രാത്രി ഉറങ്ങുന്നത് അവർ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഒരു 4 മണി 5 മണി ആകുമ്പോൾ അവർ എഴുന്നേറ്റ് അവരുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി പൂ പറിക്കാൻ പോയപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കാറിലുണ്ടായിരുന്ന കമ്മൽ മോഷണം പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മോഷണ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായ കൊലപാതകമാണോ എന്നുകൂടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.